അപ്പോൾ മീഷോയിൽ നിന്ന് 166 പ്രൈസിന് നമുക്ക് 8 ക്യാൻവാസ് ബോർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഐ തോട്ട് നമുക്കൊരു ക്യാൻവാസ് പെയിൻറ്റിങ് സീരീസ് തുടങ്ങാം. ഈ ഒരു ബ്യൂട്ടിഫുൾ ലോട്ടസ് പെയിൻറ്റിംഗ് ആണ് നമ്മൾ പിൻട്രസ്റ്റിൽ നിന്ന് റെഫറൻസിന് വേണ്ടി ചൂസ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് തന്നെ സ്കെയിൽ ഉപയോഗിച്ച് നമ്മൾ കറക്റ്റ് മെഷർമെൻറ്റ് എടുക്കുക. ദെൻ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ഈസ് ഡ്രോയിങ്. നമ്മൾ ഏതൊരു പെയിൻറ്റിങ് ചെയ്യുമ്പോഴും അതിൻ്റെ ഔട്ട്ലൈൻ വരയ്ക്കുക ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് നമ്മൾ പെയിൻറ്റിങ് ചെയ്യുമ്പോൾ പെർഫെക്ഷനിൽ വളരെയധികം ഹെൽപ്ഫുള്ളാണ്. അങ്ങനെ റെഫറൻസ് പിക്ക് നോക്കി ഔട്ട്ലൈൻ വരച്ചതിന് ശേഷം അവർ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് പെയിൻറ്റിങ്. ഞാനിവിടെ ഗോഷ് പെയിൻറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ടു ബി ഹോണസ്റ്റ് ഇറ്റ്സ് സച്ച് എ സൂപ്പർ പ്രൊഡക്റ്റ്. ഈ പെയിൻറ്റ്സ് ഉപയോഗിച്ചതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് എന്തുകൊണ്ടാണ് ഈ പെയിൻറ്റ്സിന് ഇത്രയധികം ഫാൻസ് എന്ന്. ആൻഡ് നിങ്ങൾക്കൊരു പെയിൻറ്റിങ് ക്രിയേറ്റ് ചെയ്യാൻ എക്സ്പെൻസീവ് പ്രോഡക്റ്റ് വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അതും ക്യാൻവാസ് ബോർഡിൽ ചെയ്യാൻ അക്രിലിക് കളേഴ്സ് തന്നെ ധാരാളം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ കുട്ടിക്കുറുമ്പനെ കൂടെ കാണിച്ചു തന്നിട്ടുണ്ട്. ഈ പെയിൻറ്റിങ് തുടങ്ങിയപ്പോൾ തൊട്ടുള്ള കരച്ചിലാണ്. അപ്പോൾ ഞാനോർത്ത് നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന്. അപ്പോൾ ബാക്ക് ടു അവർ ടോപ്പിക്. ഈ പെയിൻറ്റിങ്ങിൽ ബോർഡറിൽ നമ്മൾ നേവി ബ്ലൂ ആണ് കൊടുത്തേക്കുന്നത്. ലോട്ടസിൻ്റെ ബാക്ക്ഗ്രൗണ്ടായി സ്കൈ ബ്ലൂ ആണ് കൊടുത്തേക്കുന്നത്. ലോട്ടസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് വൈറ്റ്, റെഡ്, പിങ്ക് ആണ്. ഇതിൽ പിങ്ക് വേണമെന്ന് യാതൊരുവിധ നിർബന്ധവും ഇല്ല. നമുക്ക് വൈറ്റ്, റെഡ് കളേഴ്സ് ഉണ്ടായാൽ തന്നെ മതി. നമുക്ക് ഈ രണ്ട് കളേഴ്സ് മിക്സ് ചെയ്ത് ഇതിന് വേണ്ട കോംപ്ലിമെൻ്ററി കളേഴ്സ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ആഫ്റ്റർ ഫിനിഷിംഗ് ദ താമര നമുക്ക് ലീവ്സിലോട്ട് പോകാം. ലീവ്സിന് വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്ന കളേഴ്സ് ഒലീവ് ഗ്രീനും ലെമൺ യെല്ലോവും ആണ്. ആഫ്റ്റർ ഫിനിഷിംഗ് ദ ലീവ്സ് നമ്മുടെ ലോട്ടസിൻ്റെ ബോർഡറിനെ റെഡ് കളർ യൂസ് ചെയ്തുകൊണ്ട് ബോർഡർ വരയ്ക്കുക. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പെയിൻറ്റിങ്ങിന് ഓൾമോസ്റ്റ് നല്ലൊരു ഫിനിഷിംഗ് ലുക്ക് കിട്ടും. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു മെയിൻ കാര്യം, ഐ എം നോട്ട് എ പെർഫെക്റ്റ് ആർട്ടിസ്റ്റ്, ഐ എം ഓൾസോ എ ബിഗിനർ. അപ്പോൾ ഞാൻ വരയ്ക്കുന്ന പെയിൻറ്റിങ്സ് എപ്പോഴും അത്രയും പെർഫെക്റ്റ് ആവണമെന്നില്ല, അതിൽ കറക്ഷൻസും വേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന എല്ലാ സജഷൻസും പ്ലീസ് എന്നെ കമൻസിലൂടെ അറിയിക്കുക. അങ്ങനെ നമ്മുടെ പെയിൻറ്റിങ്സ് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.